വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷ ജന്തുക്കളാണ്, വേഷ ജന്മങ്ങളാണ്. പറഞ്ഞാൽ തിരിയത്തില്ലയോ? ഇതും നമ്മൾ ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15 കൊണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, എവിടെയും കിടന്നു നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ. അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ് താല്പര്യം. ഇവരാരാന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? ഇത് നമ്മളെ മഞ്ജു പിള്ള, സിനിമ സീരിയൽ നടി മഞ്ജു പിള്ളയുടെ ഒരേ ഒരു മകള് ദയാ സുരേഷ്, അങ്ങനത്താണ് ഈ കുട്ടീൻ്റെ ഒരു പേര്. ഇവൾ ഈ കഴിഞ്ഞ ദിവസം മോഡലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോസാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായത് ഇവളെ ഫോട്ടോസിന് ഇവൾ ഈ അഭിനയിച്ച് ഇതിന് വേണ്ടിയിട്ടല്ല, ഇതിനെ പ്രതികരിച്ചിട്ട് ഷെഫീന ബീബി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അവർ ഒരുപാട് തെറി, നിങ്ങൾ കേട്ട് കാണില്ല എൻ്റെ ഫസ്റ്റിൽ. അപ്പം അതിനെ ചൊല്ലിയിട്ട് ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ ഷെഫീന ബീബി എന്ന് പറയുന്ന സ്ത്രീക്കെതിരായിട്ട്. ഷെഫീന ബീബി അത്രയും മോശമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ കുട്ടിയെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേങ്കിൽ അവർ പറയുന്നതിൽ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു കുട്ടീനെ മാന്യമായ രീതിയിൽ, അത് പബ്ലിക്കിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, നമ്മൾ ഒരുക്കി അയക്കേണ്ടത് അതൊരു മാതാപിതാക്കളുടെ ഒരു കർമ്മ. എന്നിടത്ത് അതേ രക്ഷിതാവ് തന്നെ ഇതുപോലത്തെ മോഡലിങ് നമുക്ക് എന്തും ആവാം, ഏത് രീതിയിലും ആവാം. പക്ഷേങ്കിൽ ഇത്രയും വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഈ ഒരു മോഡലിങ്ങിന് ആ അമ്മ തയ്യാറായത്, ആ മകളെ ഒരുക്കി അയക്കാൻ ആ അമ്മ തയ്യാറായത് ഏതായാലും ശരിയായിട്ടൊന്നുമില്ല. അപ്പം അതിനെതിരെയാണ് ഷെഫീന ബീബി പ്രതികരിച്ചത്. പിന്നെ ഷെഫീന ബീബിയോട് ഏറ്റവും ഓരോ യൂട്യൂബർമാർക്ക് നന്ന വെറുപ്പ് തോന്നാൻ കാരണം, ബസ്സിൽ പോയിട്ട് പിന്നെ എല്ലാവരോടൊന്ന് തടവിത്തരാൻ പറ, മുട്ടി ഒരുമിത്തരാൻ പറ എന്ന് പറഞ്ഞത് അത് ശരിയായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നവരൊക്കെ ആ മോശമായ രീതിയിലാണല്ലോ ഷെഫീന ബീബി ചിത്രീകരിച്ചത്. പക്ഷേങ്കിൽ ബസ്സിൽ നിന്നല്ല ഒരിതിലും യാത്ര ചെയ്യുന്നവർ അത്ര വല്ല മോശക്കാരുണ്ടാവും. പക്ഷെ എന്നാലും അങ്ങനെ എല്ലാവരും ഒരേപോലെ ഒരേ ത്രാസിലിട്ട് തൂക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഒരാൾ തെറ്റ് ചെയ്താൽ അതിനോട് യോജിപ്പിച്ചിട്ട് ഒരാളും വെച്ച് കെട്ടാൻ പാടില്ല. അങ്ങനെയുള്ള ആൾക്കാരൊന്നും കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല. വളരെ ചുരുക്കം പേര് മാത്രമേ ഇതുപോലത്തെ ഈ മോശാവസ്ഥയിൽ നടക്കുന്നവരുണ്ടാവും. പിന്നെ ആ സ്ത്രീ ഇങ്ങനെ മോശമായ രീതിയിൽ പറയാൻ കാരണം ഇതുപോലത്തെ ഈ വേഷവിധാനം കണ്ടിട്ടാണ്. ഒരു രക്ഷിതാവ് ഒരു മകളെ ഇതുപോലത്തെ വേഷവിധാനത്തിൽ ഒരുക്കിയത് കണ്ടിട്ടാണ്. അതിപ്പം അവരൊന്നൊന്നല്ല, ആർക്കായാലും കണ്ടാൽ ഒരു പെൺമക്കളുള്ള ഒരമ്മമാരോ ഉമ്മമാരോ കണ്ടാൽ അവർക്കൊന്നും സഹിക്കൂല ഇത് കണ്ടാൽ. കാരണം അത്രയ്ക്ക് മോശമായ ഒരു ഫോട്ടോസായതല്ലേ. ഇങ്ങനെ മോഡലിങ് ചെയ്തവർ പൈസക്ക് വേണ്ടി ചെയ്തതാണെന്നൊന്നും അറിയില്ല. എന്നാലും അങ്ങനെയാണെങ്കിൽ തന്നെ ഇത്ര മോശമായ രീതിയിൽ വസ്ത്രവിധാനം ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് മോഡലിങ് ചെയ്തിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഒരു കാര്യം വേണ്ട. കാരണം വെച്ചാൽ നമ്മളൊരു മോഡലിങ് ചെയ്യുന്നൊരവസരത്തിൽ അത് ജനങ്ങൾക്ക് ആകർഷിപ്പിക്കണമെങ്കിൽ മോശമായ രീതിയിൽ ഇങ്ങനെ ചിത്രീകരിക്കണമായിരിക്കും. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ ജനങ്ങളൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു. അപ്പം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷവിധാനം അണിഞ്ഞിട്ട് മോഡലിങ് ചെയ്താൽ പോരെ. ഈ പറയുന്ന ഈ മഞ്ജു പിള്ള എന്ന് പറയുന്നവർ ഇതുപോലത്തെ വേഷവിധാനം ഇട്ടിട്ടൊന്നും നമ്മളൊരു സീരിയലിലോ ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു മോഡലിങ്ങിലോ ഞാൻ കണ്ടിട്ടില്ല. ഇനി നിങ്ങളാരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ
മുതിർന്നവർ 18 വയസ്സായതിന് മുകളിലുള്ളവർ മാത്രമായിട്ട് ഉപയോഗിക്കുന്നതല്ല. ചെറിയ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ മൊബൈലും യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ. അപ്പം അത്തരത്തിൽ ഉള്ള ഒരു എന്താ പറയുക ചാനലിലേക്ക് ഇത്രയ്ക്ക് മോശമായിട്ടുള്ള വസ്ത്രവിധാനം അണിഞ്ഞിട്ട് ഒരിക്കലും ഇവരെന്നല്ല, ഇനി ഇവരെ കണ്ടിട്ട് ഇനി ആരെങ്കിലും വേറെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങളത് നിർത്തുക. നാലാൾ കാണുമ്പോൾ കുറവ് പറയാത്ത രീതിയിൽ ഉള്ള വസ്ത്രവിധാനങ്ങൾ അണിഞ്ഞിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കാനോ മോഡലിങ് ചെയ്യാനോ നിങ്ങൾ ശ്രദ്ധിക്കുക.